എഴുമ്പനാണ് എൻ്റെ പേര്. മുണ്ടവാനിയാണ് ഞാൻ താമസം. വയസ്സ് എത്രയായി? വയസ്സ് 65, 70 വയസ്സോളം. 75 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ കൃഷിയിൽ തന്നെ പോകുന്നതാ. നമുക്ക് വേറെ ആരും തരാനൊന്നുമില്ല. അപ്പം ജീവിച്ച് പോകണമെന്ന് പറഞ്ഞ് ചെയ്യുന്ന പണിയാണ് ഈ കൃഷി. അതുകൊണ്ട് അങ്ങനെ കൃഷി ചെയ്യും. ഓ എന്തെല്ലാം കൃഷി ചെയ്യും? കപ്പ, ചേമ്പ്, വാഴ എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കന്നുകാലികൾ മേടിച്ചിങ്ങനെ പോറ്റാൻ മേടിച്ചിട്ടാ. അപേക്ഷ കൊടുത്താൽ നമുക്ക് നടക്കുന്നില്ല. അതിന് കൊടുക്കുന്ന പൈസ കൊടുക്കാതെ കിട്ടുകയില്ല. അത്രയ്ക്കുള്ള ഇതൊന്നും നമുക്ക് കിട്ടുന്നുമില്ല. പണിക്ക് തന്നെ പോകാൻ പറ്റും. സ്വന്തം അതുകൊണ്ടാണ് ജീവിച്ചു വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് കാട്ടുമൃഗത്തിൻ്റെയും ഇതിൻ്റെ എല്ലാം ശല്യം കൊണ്ട് അത് പകുതിക്ക് കിട്ടുന്നുള്ളൂ കൃഷിയൊക്കെ. നീത്തല് ഒന്നും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നോ? പരാതി കൊടുത്തിട്ടുണ്ടായി. പഞ്ചായത്തിൽ നിന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇവിടെ അതൊന്നും വന്നിട്ടില്ല, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നും ഇല്ലാതെ പറഞ്ഞു. കിട്ടിയിട്ടില്ല. ആർക്കും കിട്ടിയില്ല. ഒരു 3-4 കൊല്ലം മുപ്പട്ട് കിട്ടിയിട്ടുണ്ട്. അതേ കിട്ടിയിട്ടുള്ളൂ, വേറെ ഇല്ല. ഞങ്ങൾ പോകുമ്പോൾ പിന്നെ നമുക്ക് വളത്തിനോ ഇത് ആവശ്യപ്പെട്ട അതും കിട്ടുന്നില്ല. അങ്ങനെ പല പ്രാവശ്യമായി അവർ പറയുന്നു ഇങ്ങനെ വളം ഞങ്ങൾക്ക് ഇടാൻ വേണ്ടി കൊടിക്ക്, ഇങ്ങനെ കവുങ്ങിന്, തെങ്ങിന് ഇതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇനി വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ മാർഗം കണ്ടത്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇത് അറിഞ്ഞത് ഇതാക്കി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നന്നായിരിക്കും. ഈ കൃഷി നടത്തുന്നത് സ്വന്തം സ്ഥലത്തോ അതോ? ഇത് പാട്ടത്തിനെടുത്തതാണ്. പാട്ടത്തിനെടുത്തിട്ട് കാലകാലങ്ങളായി പാട്ടത്തിനെടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ അച്ഛനും അമ്മയും ഉണ്ടാകുന്ന കാലത്ത് കൃഷി ഉണ്ടായിരുന്നു, നെൽകൃഷിയും. അതിൻ്റെ കൂട്ടത്തിൽ പണിയെടുക്കും. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനും അമ്മയൊന്നും ഇല്ല, ഉറക്കം മരിച്ചു പോയി. അപ്പോൾ അത് കഴിയുമ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഈ കൃഷിയിലേക്ക് ഇറങ്ങി. ആ നെൽകൃഷിയെല്ലാം എടുത്തിരുന്നു. അതൊന്നും ഗുണമൊക്കുന്നില്ല. നല്ലൊരു വിത്ത് ഒന്നും കിട്ടുന്നില്ല. ഇപ്പോഴും ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്, ഇതൊന്നും കിട്ടുന്നില്ല. അങ്ങനെ അന്ന് ഈ കപ്പ വെച്ചിട്ട് പോകാമെന്നാണ്. അപ്പോൾ പോകുമ്പോൾ പന്നി ശല്യം വളരെയധികം മോശമാണ് ചെയ്യുന്നത് നമ്മളെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പരാതി കൊടുത്താലും അതിന് നേരെ സർക്കാരിൻ്റെ ഭാഗത്ത് ഒന്നും കാണുന്നില്ല, പഞ്ചായത്ത് പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്നില്ല. അത് ഇപ്പോൾ സർക്കാരിനുള്ള രാവിലെ പറയും. ഒറ്റയ്ക്കും എൻ്റെ പെങ്ങന്മാരും മക്കളും ഇടയ്ക്കിടയ്ക്ക് കൂടും. അങ്ങനെ മുന്നോട്ട് പോകും. അവർക്ക് കൂലിപ്പണി എടുക്കാതെ അവർക്കും ജീവിക്കാൻ പറ്റില്ല. അവർക്കും മക്കളെ പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അവർക്ക് ഈ കൂലിപ്പണിക്ക് പോയില്ലെങ്കിൽ ഒന്നും നടക്കില്ല. പറമ്പിലാണെങ്കിൽ ഒന്നും വരുമാനം അങ്ങനെ കിട്ടുന്നില്ല. ഒരു ജീവിച്ച് പോകേണ്ട ഒരു മാർഗം കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കായി ഈ കൃഷി ഇതിനെ കൊണ്ട് കഴിയുന്നത്. അപ്പോൾ പിന്നെ മക്കൾ നോക്കുന്നൊന്നുമില്ല, സ്വന്തമായിട്ട് തന്നെ കഴിയുന്നത് ഞങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് ഇവിടെ വരെ എത്തിയാൽ ഇപ്പോൾ ഈ പന്നിശല്യം ഞങ്ങൾക്ക് തലവേദന. ഏറ്റവും കൂടുതൽ കുരങ്ങും. പിന്നെ പെരിച്ചായും ഇങ്ങനെ കണ്ടാൽ അതിനൊന്നും നമുക്ക് കൊന്നൂടല്ലോ. കൊന്ന കേസായില്ല. പിറ്റേ ദിവസം അറിഞ്ഞു കഴിയുമ്പോൾ നമ്മളെ അതുകൊണ്ട് അതിന് നേരം നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമായി നമ്മളത്. അങ്ങനെയാണ്. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എത്ര കിട്ടും ഒരു വർഷം കൃഷിയിൽ വരുമാനം? അത് കൂടി വന്നൊരു ഇങ്ങനെ ചെയ്താലും നമ്മൾ കൂടുതലും ചെയ്യുന്നില്ല. ഒരു 1500 വെച്ച് കൊടുക്കുക. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ പകുതിക്ക് പോകുന്നുള്ളൂ. കിട്ടുന്ന എത്രയെന്ന് വെച്ചാൽ ഒരു 10 കിൻ്റൽ, ഒരു 8 കിൻ്റൽ ഇങ്ങനെ കിട്ടുന്നു. അല്ലെങ്കിൽ 6 കിൻ്റലായി പോകും പന്നി ശല്യം കൊണ്ട്. അല്ലെങ്കിൽ 10-30 കിൻ്റൽ കപ്പയെല്ലാം കിട്ടും. അത് കിട്ടുന്നില്ല ഈ പന്നി ശല്യം കൊണ്ടും കുരങ്ങിൻ്റെ ശല്യം കൊണ്ടും. മനുഷ്യനന്ന് മാറിക്കഴിഞ്ഞാൽ മുഴുവൻ നശിപ്പിക്കും. അപ്പം പരാതി കൊടുക്കുമ്പോൾ ഇവരെന്താ പറയുന്നത്? പരാതി കൊടുക്കുമ്പോൾ അവരൊന്നും ഈ കൃഷി ഓഫീസിലൊന്നും വന്നില്ല, പരാതി വന്നിട്ടില്ല, ആയിട്ടില്ല എന്നൊക്കെ ഒന്നും പറയുന്നു നമ്മൾ ചെല്ലുമ്പോൾ. പിന്നെ നമ്മൾ പുറകോട്ട് വെച്ചു. ഇങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും പോകാൻ പറ്റില്ലല്ലോ, ചെയ്യാനും പറ്റില്ല. ആ രീതിയാണ് ഇപ്പോൾ കഴിഞ്ഞു കൂടി വരുന്നത്. പിന്നെ കന്നുകാലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിപ്പോൾ തുടങ്ങിയതാ. കഴിഞ്ഞ ലക്ഷം പെൻഷൻ കിട്ടുമ്പോൾ ഒരു ചെറുങ്ങനെ അതിനെ കൊണ്ട് കിട്ടുന്നത് വാങ്ങിച്ചിട്ട് അതിൻ്റെ ബാക്കി വരുമ്പോൾ ഇന്നതൊന്നും തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് വാങ്ങിച്ച് പോരുന്നു. അപ്പോൾ ചാണകമായി
കുറച്ച് ചവറ് കൊത്തി ഇറച്ചിട്ടാൽ ആ നമുക്ക് പറമ്പിലും ചെയ്യാൻ പറ്റും. പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാനായില്ല, ആ ആയി എടുത്ത് വരുന്നത്രേ ഉള്ളൂ, ഇപ്പം തുടങ്ങിയേ ഉള്ളൂ. അപ്പോൾ കന്നുകാലികളെ മേടിച്ച് നമുക്ക് ലോണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറന്നിട്ട് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ടാണ് നമ്മളിത് മേടിക്കാത്തത്, പോവാത്തത്. അപ്പോൾ നമുക്ക് ഞങ്ങൾ ഇതിനെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾക്ക് കറക്കാനോ വേറൊന്നിനോ പറ്റില്ല. എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇത് പറ്റില്ല. പിന്നെ ഈ കൂട്ട ഉണ്ടാക്കുന്ന കൂട്ടയും മോറൊക്കെ നല്ലോണം ഉണ്ടാക്കിക്കൊണ്ട് മുമ്പ് കാലത്ത് അനവധി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ വിലയെല്ലാം നോക്കുമ്പോൾ നമുക്ക് ഒക്കുന്നുമില്ല. അത് കുറ്റിക്കാടം കൊടുത്തിട്ട് വേണം കൊത്താൻ. അത് കൊണ്ടുവരുന്നവന് 1000 രൂപ കൊടുക്കണം, 3 ആളെ വീട്ടിൽ 3000 രൂപ കൊടുക്കണം. അപ്പം ആ 3000 രൂപ വീട് ആ സാധനം എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ വേണം അത് കട്ടിട്ട് പണി തീർക്കണമെങ്കിൽ. അപ്പോൾ ആരുടെങ്കിലും വായ്പ കൊണ്ടിച്ച് അവരെ 3000 രൂപ കൂലി കൊടുക്കും. മക്കളാണെങ്കിലൊന്നും പഠിക്കുന്നില്ല, അവർക്ക് ചിരണ്ടം വരെ അറിയില്ല. കൊണ്ടുവരാൻ കൂടും, പക്ഷേ അത് കൂലിയും വേണം, ഇത് അറിയുകയില്ല, പണി അറിയില്ല. അപ്പം ഞങ്ങൾ തന്നെ 2 പേരും പെങ്ങളും അനിയത്തി പെണ്ണും ഞാനും എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ട്. ഇപ്പോൾ പെട്ടെന്ന് നിർത്താൻ വില കുറഞ്ഞുകൊണ്ടാണ് നമുക്ക് കൂലി ഒക്കുന്നില്ല. ഇല്ല, കൂലി ഒക്കുന്നില്ല. അതിനോട് പോകാനും പറ്റിയല്ല, ഒഴിഞ്ഞ് പോകാനും പറ്റിയല്ല. ആ രീതിയാണ്. ഒരു കൂട്ട ഉണ്ടാക്കാൻ വേണ്ടി എത്ര രൂപ ചിലവുണ്ടാവും? ഒരു കൂട്ട ചൂരക്കൂട്ടാണോ? ചൂരക്കൂട്ടാക്കുവാണെങ്കിൽ ഒരു ദിവസത്തെ ഫുള്ള് പണി വേണം. ഒരു ചെറിയ മണ്ണെടുക്കുന്ന വട്ടി ആക്കണമെങ്കിൽ ഒരു ദിവസത്തെ പണി ഫുള്ള് വേണം. പക്ഷെ അറിഞ്ഞോളും മനസ്സറിഞ്ഞ് എടുക്കുന്നവന് ഫുള്ള് വേണ്ട, ചെയ്യാൻ പറ്റും, ആ പണി മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ ഈ മുറം ഇതൊക്കെ കെട്ടുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പണിയുണ്ട്. അതിന് കൈ പോവും, കാല് പോവും, പിന്നെ പണിയെടുക്കാൻ പറ്റില്ല. കൈക്കൊക്കെ അതിൻ്റെ പൊടി കൊള്ളും, ബ്ലേഡ് പോലെയാണ്. പിന്നെ കാലിന് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുക. മറ്റേ ഇവരുണ്ട് കെട്ടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ പോലെ വട്ടം കറങ്ങി ചെത്തുന്നതല്ല ഞങ്ങൾ. ഇതിന് കാലിന് ചാക്കൊക്കെ വെച്ചിട്ട് ചീന്തി ഒരു 10-20 മുറത്തിൻ്റെ ഒക്കെ ഇരുന്ന് ചെത്തി. കഷ്ടപ്പാടുണ്ട്. ഇപ്പോൾ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇല്ല, ഇപ്പോൾ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ പണി നിർത്തിയത്. എന്തെല്ലാം ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്? ഇവിടെ മുറവുണ്ടാക്കലുണ്ട്, പൂക്കുട്ട, കൊമ്മ, മീൻകൊട്ട, പിന്നെ അണ്ടി വറുക്കുന്ന കൊട്ട, പിന്നെ പല രീതിയിലും ഉണ്ടാക്കുന്നു. അരിക്കുരുവ, അരിപ്പ, ഇതൊക്കെ ഉണ്ടാക്കും. പിന്നെ ചൂരലിൻ്റെ എന്ന് പറഞ്ഞാൽ മണ്ണെടുക്കുന്നത്, വെള്ളം, ഇതൊക്കെ ആക്കും. പിന്നെ തുടുപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഭക്ഷണം വിളമ്പുന്നില്ല കല്യാണത്തിന്, അങ്ങനത്തെ ഉണ്ടാക്കി കൊടുക്കും. വലിയ വെള്ളം അത് നാട്ടുകല്ലിൽ നടന്ന് വിൽപ്പനയായിരുന്നു അന്ന്. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഞങ്ങൾക്ക് കൂലി വെക്കുന്നില്ല, അങ്ങോട്ട് പോയാൽ 10 രൂപ ജാസ്തി കിട്ടും ഞങ്ങൾക്ക്. അത് അനുസരിച്ച് പോവുക, എടുത്തിട്ട് ഒരാഴ്ചക്ക് 2 ആഴ്ചക്ക് പണിയെടുത്ത് പൂർത്തിയാക്കിയിട്ടാകുമ്പോൾ അതെടുത്ത് പോകും. ഞങ്ങൾ ഒരു 2-3-5 ആൾ വെച്ചിട്ട് അത് പണിക്കൂലിയും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉണ്ടാകും. ഇപ്പോൾ തന്നെ നമുക്ക് അത് കൊണ്ടുപോയി നടക്കാനും പറ്റില്ല, പറ്റിയ രീതിയാണ്. അതുകൊണ്ടാണ് അത് നിർത്തം തന്നെ കാരണം. നല്ലൊരു പണിയെടുക്കും, കൊട്ടയം, മുറം, ഇതൊക്കെ പല സാധനങ്ങളും ഉണ്ടാക്കി വെക്കും. പിന്നെ ആവശ്യക്കാർ വന്നാൽ കെട്ടിക്കൊടുക്കും. കെട്ടിക്കൊടുക്കും. അത് ഒന്നിന് മുറത്തിനല്ല നമുക്കിപ്പോൾ കിട്ടുന്നത് 250 ഉറുപ്പികയാണ് ഒരു മുറത്തിന്. അത് പോരാ, നമുക്ക് പണിക്കൂലി വെക്കുന്നില്ല. 250 ഉറുപ്പികൊന്നും നമുക്ക് ഇവിടെ കെട്ടിക്കൊടുത്താൽ മുതലെക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് കൂലിയൊക്കെ കൂട്ടുമ്പോൾ നമുക്ക് ഒക്കുന്നില്ല. അതിൻ്റെ പേരിലായിട്ട് നമ്മൾ ഇത് പുറകോട്ട് വെക്കാൻ കാരണം. ആവശ്യക്കാരുണ്ട്, പക്ഷെ ഇത് കെട്ടിക്കൊടുത്ത് വില കിട്ടുകയല്ല. അതുകൊണ്ട് ഞങ്ങൾ നിർത്തലാക്കി. പിന്നെ ആരെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്ന അത്യാവശ്യക്കാർക്ക് തരുന്നുണ്ട്, 600 ഉറുപ്പികയൊക്കെ തരുന്നുണ്ട് ഓരോന്ന് കെട്ടിക്കൊടുത്താൽ. അത് പുറംപള്ളി എന്ന് പറയുന്ന സൈസ് 2 സൈസ് സാധനങ്ങളുണ്ട്, വെള്ളപ്പൊളിയും പുറംപള്ളി. ഈ വെള്ളക്ക ഞാൻ പറഞ്ഞു 250,
മറ്റൊന്ന് 300 രൂപ 350 റുപ്യക്കാണ് ഉടമ്പടി ആയിട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ വീട്ടുകളിൽ നടന്നു വിറ്റാൽ ഞങ്ങൾക്ക് 600 രൂപ കിട്ടും. നടന്നു വിറ്റാൽ നടന്നു വിൽക്കണം, നടക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കഴിയില്ല. ഇപ്പോൾ പ്രായമായാലും അപ്പോൾ കയ്യിലെത്തിയത് പിന്നെ അത്യാവശ്യം ഇപ്പം കെട്ടുവാണെങ്കിൽ കെട്ടും. ആരെങ്കിലും അത്യാവശ്യം അത് പിന്നെ നിർത്തലാക്കല്ലോ, ചോദിച്ചാലും അത് കെട്ടിക്കൊടുക്കും. അതാ കൂടുതൽ കെട്ടിയില്ല, 5 6 ഇങ്ങനെയൊക്കെ കെട്ടുള്ളൂ. പിന്നെ നിങ്ങൾ താമസിക്കുന്ന ഭാഗത്തേക്ക് റോഡില്ല എന്നുള്ളൊരു അത് കുറേ കൊല്ലമായി ഇവിടെ ഈ റോഡ് കിട്ടാതെ. ഞാൻ 10 സ്ഥലം എവിടെ വരുന്നത്? ഓ സ്ഥലം എവിടെ വരുന്നത് താമസിക്കുന്ന സ്ഥലം? മുണ്ടവാണി. അത് ഒരിക്കൽ ഞാൻ കൊടുത്തതാണ്. ആ പാലം കല്ലിൽ നമ്മൾ ഇവിടുത്തെ കണക്ഷൻ കൊടുത്തതാണ്. നമ്മളെ ഈ പാളിച്ചം തട്ടിലെ ബസ്കോളിൽ വളാൽ പഞ്ചായത്തിൻ്റെയും കള്ളാറ് പഞ്ചായത്തിൻ്റെ അതിർത്തിയാണ് ഇത് ഞങ്ങളിരിക്കുന്നത്. റോഡാക്കേണ്ടത് അപ്പുറത്ത് കള്ളാറ് പഞ്ചായത്ത്, ഇപ്പുറത്ത് വളാൽ പഞ്ചായത്ത്. ഈ 2 പഞ്ചായത്തുകാരും അതിൻ്റെ ഒരു കണക്കുമില്ല. 3-4 പ്രാവശ്യം ഇലക്ഷൻ്റെ സമയത്ത് അവർ പറഞ്ഞു ഞങ്ങൾ നാളെ ചെയ്തു തരാം, മറ്റൊന്ന് ചെയ്തു തരാം, ആദ്യം ഇലക്ഷൻ കഴിയട്ടെ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒഴിച്ചു മാറിയിട്ട് അവർ പോയി ഇലക്ഷനെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞിട്ട് അവരില്ല, ചെയ്തിട്ടുമില്ല. എത്ര കുടുംബങ്ങളുണ്ട്? ഞങ്ങളായിട്ട് 8 വീടായിട്ടേ ഉള്ളൂ. ബാക്കി അങ്ങ് അക്കരെ കരയാണ്, 10ാം വാർഡിൽ. ഞങ്ങൾക്ക് 11ാം വാർഡാണ്. സുഖമില്ലാതായി കഴിഞ്ഞാൽ ആറിന് കൊണ്ടുപോകാൻ പറ്റിയല്ല, മരിക്കേണ്ട ഗതിയുള്ളൂ. രാത്രിക്കോ പകലാണെങ്കിൽ വണ്ടി പോകാൻ പറ്റിയല്ല. ആദ്യം വിളിച്ചാൽ വരുന്നില്ല, ഒറ്റ കട്ട് റോഡാ, കല്ല് ഇതെല്ലാം ആയിട്ട് വരാൻ പറ്റില്ല. കുറേ അവർ കൺസൻ്റെ അതും പറഞ്ഞ് ഇതും പറഞ്ഞ് അത് മിച്ചഭൂമിയാണ് കംപ്ലീറ്റ്. ഞാൻ വന്ന ഇല്ല കാലത്ത് മിച്ചഭൂമി പോയ കാലത്ത് അത് മിച്ചഭൂമിയായിരുന്നു ഞങ്ങളിവിടെ ഇരിക്കുമ്പോഴും. അവിടെ അപ്പോൾ കൺസൺ വേണമെന്ന് പറഞ്ഞ് നമുക്കതിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഞങ്ങളുടെ റോഡിൻ്റെ വള്ളക്കന്നെ ഞങ്ങൾ വീടും ഇതേ സ്ഥലത്ത് തന്നെ. ഇതെല്ലാം മിച്ചഭൂമിയിലെ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് കുറേ കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഈ സാമ്പാനായിരുന്നു ആ റോഡ് കുത്തി തീർന്നത് വളാൽ പഞ്ചായത്തിലേക്ക്. അയാളെ സ്ഥലം കൂടിയാണല്ലോ. അപ്പോൾ അവർക്ക് വരെ റോഡ് വേണം. അങ്ങനെ കുത്തിയ റോഡാക്കി ഈ മിച്ചഭൂമിയുടെ നടുവിൽ. അന്ന് ആരും അനുവാദം ഉണ്ടായില്ല. എല്ലാ റോഡ് വന്നു, എല്ലാവർക്കും ഉപകാരമായി. ഇന്നിപ്പോൾ പറഞ്ഞാൽ നമുക്ക് അയാൾ വിറ്റുപോയി. ഇപ്പോൾ ശ്യാമായിരുന്നു, വേറെ ഒരു ചേട്ടനെ കൊടുത്തു. ആ ചേട്ടൻ്റെ അടുത്തേക്ക് വരണം വീട്ടിലേക്ക്. അവരൊന്നും എടുക്കുകയല്ല. അവർ ഈ വളാൽ പഞ്ചായത്തിൽ അവർ കൺസൻ്റെ ഇതെല്ലാം കൊടുത്തെന്ന് പറഞ്ഞു വന്നേ. ഇവരൊന്നും അനക്കല്ല പഞ്ചായത്തുകാരും. 2 ഭാഗത്ത് റോഡാക്കി ശരിയാക്കി കിട്ടണം. വെള്ളത്തിൻ്റെ എല്ലാം കാര്യം എങ്ങനെയാണ്? വെള്ളം ഇപ്പം തരുന്നത് ഞങ്ങൾ കുടിക്കുന്നപ്പോൾ സ്വന്തം കിണറ്റ് കുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഊറ്റി നോക്കുമ്പോൾ വെള്ളമുണ്ട്, പക്ഷെ അത് ഇടിയുന്നു എൻ്റെ ഉള്ളിൽ. എല്ലാ വീട്ടിലും കിണറുണ്ടോ? ഇല്ലല്ല, ഒറ്റ വീട്ടിലേ ഉള്ളൂ. അത് ഈ 8 വീട്ടിലെ ആൾക്കാർ കുടിക്കണം. പിന്നെ വെള്ളം പഞ്ചായത്തുകാർ കൊണ്ടുവരുന്നുണ്ട്. അത് എങ്ങനെ കുടിക്കാൻ പറ്റുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഇല്ല, എപ്പോഴില്ല, ഇടവിട്ട് അങ്ങനെ കുറേ വെള്ളത്തിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതായിട്ട് പോയി. പിന്നെ കോയൽക്കാരുടെ കുഴിച്ച് അതിൻ്റെ വെള്ളം കുടിക്കാൻ പറ്റാത്ത രീതിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് വേണ്ട വെച്ചത്. അങ്ങനെ ആ കിണറ്റ് കുത്തിയത്. അപ്പോൾ വെള്ളം കിട്ടി, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുക. റോഡ് പക്കത്തിൽ തന്നെ ഉള്ള കിണറ്റാണ്. അപ്പോൾ ഇപ്പോൾ വെള്ളം കൊണ്ടുവരുന്നുണ്ട്, അത്യാവശ്യം പഞ്ചായത്തിന് വെള്ളം കിട്ടുന്നത്. അത് മതിയെന്ന് അവർ പറഞ്ഞിട്ട് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ ഒരു ഇത് കിട്ടിയാൽ ഉപകാരം. റോഡിൻ്റെയും ഇത് രണ്ടും